എന്നും പപ്പടം വാങ്ങുന്ന സമയത്തെ സാധാരണ നമ്മൾ അത് പൊരിച്ച് മാത്രം കഴിക്കുകയല്ലേ ചെയ്യുക. എന്നാൽ ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള പപ്പടം ആയതുകൊണ്ട് തന്നെ നടു കീറിയെടുത്തതിന് ശേഷമാണ് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു സമയത്ത് ഇൻസ്റ്റ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത്. അപ്പോൾ ആ ട്രെൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പപ്പടം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പടം മുഴുവനായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ വറുക്കാനെടുത്തിട്ടുള്ള ഓയിലിൽ നിന്നും കുറച്ച് മാറ്റി വെച്ച് ബാക്കിയുള്ള ഓയിലിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 വെളുത്തുള്ളി കനം കുറച്ചിട്ട് കൂടെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു മസാലയുടെ ഒക്കെ പച്ചക്കുത്തലൊന്ന് പോകുന്ന വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റ് സെയിം രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പപ്പടവും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പപ്പടവും തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ.